മനുവിൻ്റെ അമ്മ സമ്മതിച്ചാലും നീ എന്നെ വിട്ടു പോവുമോ? ആ ചോദ്യം ഗൗരിയിൽ ഒരു ഞെട്ടലുണ്ടാക്കി. കഴിയില്ല എനിക്കതിന്. മനുവേട്ടൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. മനുവേട്ടനെ എനിക്കിഷ്ടാ. എങ്കിലും നിങ്ങൾ എനിക്ക് ആരൊക്കെയാണ്? അവൾ മനസ്സിൽ മന്ത്രിച്ചു. അവളുടെ കണ്ണുകളിൽ കണ്ട നനവ് എന്തിനാണെന്ന് മനസ്സിലാക്കാൻ അവന് കഴിഞ്ഞില്ല. അവൾ അവൻ്റെ മുഖത്ത് തന്നെ നോക്കി ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ട് അവളുടെ മുഖത്തിന് നേരെ വിരൽ ഞൊടിച്ച് വിളിച്ചു. എന്താ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ലേ? ഇതിലെന്തത്ര തീരുമാനിക്കാനുള്ളത്? നിങ്ങൾ പറഞ്ഞത് തന്നെയല്ലേ മനുവേട്ടൻ്റെ അമ്മ സമ്മതിക്കുകയാണെങ്കിൽ എന്നെ മനുവേട്ടനെ കൊണ്ട് കെട്ടിക്കുമായിരുന്നു എന്ന്. അതെ, നമ്മുടെ കല്യാണത്തിന് അല്ല, സോറി, താലികെട്ടിന് ഇളയമ്മയ്ക്ക് അച്ഛൻ ആ രാമകൃഷ്ണനുമായുള്ള എൻ്റെ വിവാഹത്തിന് ചുറ്റാനായി വാങ്ങിക്കൊടുത്ത സാരിയാണ് ഞാൻ ചുറ്റിയിരുന്നത്. അതെനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഗോൾഡൻ കളർ ബനാറസി സിൽക്ക് സാരി. അതാവുമ്പോൾ അധികം വെയിറ്റ് ഉണ്ടാവില്ല. പിന്നെ ഓർണമെൻറ്റ്സ് എനിക്ക് അധികം ഇഷ്ടമൊന്നുമല്ല. എങ്കിലും ഒരു 50 പവൻ ഇരുന്നോട്ടെ. രാമകൃഷ്ണൻ കെട്ടാൻ എനിക്ക് 25 പവൻ തരാമെന്നാണ് പറഞ്ഞത്. ഒഴിവാക്കാൻ നിങ്ങൾക്ക് 50എങ്കിലും തരാലോ. പിന്നെ ഇന്നലെ വാങ്ങിത്തന്ന പോലെ ഇത്തിരി മുല്ലപ്പൂവല്ല, കുറേ മുല്ലപ്പൂ വേണം. ഞാൻ ഇതുവരെ ബ്യൂട്ടി പാർലറിലൊന്നും പോയിട്ടില്ല. മേക്കപ്പ് ചെയ്യാൻ ബ്യൂട്ടീഷ്യൻ തന്നെ ഇരുന്നോട്ടെ. കൈപ്പിടിച്ചു കൊടുക്കാൻ അച്ഛൻ്റെ സ്ഥാനത്ത് നിങ്ങൾ തന്നെ ഉണ്ടാവണം. ഞങ്ങളെ രണ്ടാളെയും മനസ്സ് നിറഞ്ഞ് ആശീർവദിക്കുകയും വേണം. പിന്നെ സദ്യം കഴിച്ചിട്ടേ പോകാവൂ എന്ന് പറഞ്ഞവൾ പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു വലിച്ച് അവൻ അരികിലേക്ക് ചേർത്ത് നിർത്തി ചോദിച്ചു, എന്നെ വിട്ടുപോകുന്നതിൽ നിനക്കൊരു സങ്കടം ഉണ്ടാവില്ലേ? അവൾ ആ കണ്ണുകളിൽ കണ്ടത് ഒരു ചോദ്യമല്ല, ഭയമാണ്. മനുവേട്ടൻ്റെ അമ്മ കല്യാണത്തിന് സമ്മതിക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? മനു നിർബന്ധിച്ചാൽ? ആ, പോകാതെ പിന്നെ. മനുവേട്ടൻ എന്നെ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ലല്ലോ. സാഹചര്യങ്ങൾ ഞങ്ങളെ തമ്മിൽ പിരിച്ചു. അതിന് മനുവേട്ടൻ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളെപ്പോലെ ഗുണ്ടായിസൊന്നും മനുവേട്ടൻ അറിയില്ല. പിടിച്ചു നിർത്തി താലി കെട്ടാനും നഷ്ടപ്പെടാതിരിക്കാൻ ഫൈറ്റ് ചെയ്യാനും ഒന്നും. പിന്നെ ഒന്ന് ചെയ്തു. എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി. പക്ഷേ രാജേശ്വരി അമ്മയുടെ മനസ്സ് വജ്രത്തേക്കാൾ കട്ടി കൂടിയതാ. മകൻ മരിച്ചാലും അവരുടെ വാശി ജയിച്ചാൽ മതിയായിരുന്നു. മകൻ മരിച്ചാലും വേണ്ടില്ലെന്ന് കരുതി എൻ്റെ അടുത്തുനിന്ന് പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി. നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയില്ലായിരുന്നെങ്കിലും രാജേശ്വരമ്മ ജീവിച്ചിരിക്കുന്നത് വരെ ഞങ്ങൾ തമ്മിൽ ഒന്നിക്കില്ല. അതിനവർ സമ്മതിക്കില്ല. വീണ്ടും എന്നെ കഷ്ടപ്പെടുത്താൻ മനുവേട്ടനും തയ്യാറാവില്ല. പക്ഷേ മനുവേട്ടൻ എനിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഞാൻ... അവൾ കണ്ണുകൾ ഇറുക്കി അടച്ച് കരഞ്ഞു. കരയാതെ, എല്ലാം ഒരിക്കൽ ശരിയാവുമെന്ന് വിചാരിക്ക്. അവൾ അവൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചു. എന്ത് ശരിയാവുന്നത്? എല്ലാം നിങ്ങൾ കൊളാക്കിയില്ലേ? അയാളുമായുള്ള കല്യാണം മുടക്കാൻ വീട് വിട്ട് ഇറങ്ങി പോവേ, അതിന് കഴിഞ്ഞില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ മാത്രമേ വഴിയുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ എല്ലാ പ്രശ്നങ്ങളും എൻ്റെ തലേക്ക് എടുത്തു വെച്ച് തന്നോ, എന്നിട്ട് എൻ്റെ കൂടെ പോന്നോന്ന് ദീപചേച്ചി പറഞ്ഞത്. അപ്പം മരിക്കാൻ സമയമായിട്ടില്ല, ദീപചേച്ചിയുടെ കൂടെ പോവാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴല്ലേ ആന മതിളകി വരുന്നത് പോലെ നിങ്ങളുടെ വരവ്. ഇപ്പം തോന്നുക ആരെയും സങ്കടപ്പെടുത്താതെ മരിച്ചാൽ മതിയായിരുന്നു അന്ന്. ഗൗരി എന്ന് വിളിച്ചുകൊണ്ടവൻ അവളുടെ വായ കൈകൊണ്ട് അടച്ചു പിടിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പറയല്ലേ, അങ്ങനെയൊന്നും പറയല്ലേ. എനിക്കത് കേൾക്കാൻ പോലും കഴിയുന്നില്ല. നിനക്ക് എന്ത് തോന്നുന്നോ അത് നീ ചെയ്തോ. ഞാൻ നിന്നെ ഒന്നിനും നിർബന്ധിക്കില്ല. നീ എന്ത് തീരുമാനം എടുത്താലും ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അവളുടെ വായ അടച്ചു വെച്ച് അവൻ്റെ കൈ എടുത്തു മാറ്റി. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നാലേ ഇന്നത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല. മനുവേട്ടൻ എന്താ പറയാനുള്ളതെന്ന് കേൾക്കട്ടെ, എന്നിട്ടല്ലേ മറ്റ് തീരുമാനങ്ങൾ എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോയി. എൻ്റെ ജീവൻ്റെ തുടിപ്പ് അവസാനിക്കുന്നത് വരെ നിന്നെ എൻ്റെ കൂടെ നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഗൗരി. എന്നാൽ നിർബന്ധിച്ച് നിന്നെ എൻ്റെ കൂടെ നിർത്താൻ എനിക്ക് കഴിയില്ല. എന്നെങ്കിലും ഒരിക്കൽ നീ സത്യങ്ങളെല്ലാം അറിയും. അന്ന് നീ എന്നെ കുറ്റപ്പെടുത്തില്ലേ? എന്തിന് നിർബന്ധിച്ച് എൻ്റെ കൂടെ നിർത്തിയെന്ന് നീ ചോദിക്കില്ലേ? അവൻ മനസ്സിൽ വിചാരിച്ചു. മനു കാണണമെന്ന് പറഞ്ഞതനുസരിച്ച് അവർ പുറപ്പെട്ടു. രണ്ടാളുടെയും ഉള്ളിൽ ആദിയായിരുന്നു. മനു എന്തിനാണ് കാണണമെന്ന് പറഞ്ഞതെന്നറിയാതെ. ചെറിയ ചെറിയ കുന്നുകളും മരങ്ങളും പച്ചപ്പും നിറഞ്ഞ മനോഹരമായ ഒരു സ്ഥലത്താണ് മനു കാത്തു നിന്നിരുന്നത്. കാറിൽ നിന്നിറങ്ങി ഗൗരിയും ദേവനും അവനരികിലേക്ക് ചെന്നു. മനു കുറേ നേരമായോ വന്നിട്ട്? ഇല്ല, എത്തിയതേ ഉള്ളൂ. ഈവനിങ്ങിലെ ഫംഗ്ഷൻ്റെ തിരക്ക് കാരണം എത്താൻ പറ്റില്ലായിരിക്കുമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാറ്റിനേക്കാൾ വലുത് ഇതായതുകൊണ്ട് മറ്റൊന്നും നോക്കാതെ പോന്നു. അതൊരു കുന്നിൻ പ്രദേശം ആയതുകൊണ്ട് തന്നെ അവരുടെ അടുത്തേക്ക് വീശിയടിച്ച കാറ്റിൽ ഗൗരിയുടെ തലമുടി മുഖത്തേക്ക് പറന്നു വീണുകൊണ്ടിരുന്നു. പിൻ ചെയ്യാതെ ഷോൾഡറിൽ അലക്ഷ്യമായി ഇട്ടിരുന്ന ഷോളും ഒപ്പം കാറ്റിൽ പറക്കുന്നുണ്ടായിരുന്നു.
കാറ്റിൽ പറക്കുന്ന ഷോൾ പിടിച്ചു നിർത്താൻ പാടുപെടുന്നത് കണ്ട് ഒട്ടും ആലോചിക്കാതെ യാന്ത്രികമെന്നോണം ദേവൻ അവൻ്റെ കൈകൾ കൊണ്ട് ഗൗരിയുടെ മുടി തോളിലേക്ക് ഒതുക്കി നിർത്തി. ആ ചെറിയൊരു സ്പർശനത്തിലും കരുതലുള്ള നോട്ടത്തിലും ഗൗരി ഒട്ടും അസ്വസ്ഥയായില്ലെന്ന് മാത്രമല്ല, നിറഞ്ഞൊരാത്മവിശ്വാസത്തോടെ ദേവൻ്റെ അടുത്തേക്ക് ചേർന്ന് നിൽക്കുകയും ചെയ്തു. വീശിയടിക്കുന്ന കാറ്റ് അവൾക്ക് അസ്വസ്ഥതയാണെന്ന് തിരിച്ചറിഞ്ഞ് കാറിലുണ്ടായിരുന്ന അവൻ്റെ കോട്ടെടുത്ത് അവൻ അവൾക്ക് നൽകി. ഗൗരി അതൊരു നിഷ്കളങ്കമായ ചിരിയോടെ സ്വീകരിക്കുകയും ചെയ്തു. കോട്ടിട്ടപ്പോൾ അവൾക്ക് അതുവരെ ഉണ്ടായിരുന്ന കാറ്റിൻ്റെ അസ്വസ്ഥതകൾ മാറി. അവരുടെ പ്രവർത്തികൾ വീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു മനു. എന്താ മനു സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? ദേവൻ തുടങ്ങി വെച്ചു. എനിക്ക് ഗൗരിയോടാ സംസാരിക്കാനുള്ളത്. ഓക്കെ, നിങ്ങൾ സംസാരിച്ചോളൂ, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് ദേവൻ തിരിഞ്ഞതും എവിടെ പോവുക? അവൻ അവിടെ നിന്ന് അവളുടെ മുഖത്ത് നോക്കിയൊന്ന് ചിരിച്ചു. നിങ്ങൾ സംസാരിക്ക്, ഞാൻ വരാം. അവൻ അവിടുന്ന് പോയി. ഗൗരി മനുവിൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചു. എന്നിട്ട് ദേവൻ പോകുന്നത് തിരിഞ്ഞു നോക്കി. നമുക്ക് കുറച്ച് നടക്കാല്ലേ? അവൾ അവൻ്റെ കൂടെ പതിയെ നടന്നു. കുറച്ചു ദൂരം നടന്ന് ഒരു മരത്തിന് ചുവട്ടിൽ പാറയുടെ മുകളിലായി ഇരുന്നു. ഒന്നും മിണ്ടാതെ വിദൂരതയിലേക്ക് നോക്കിയിരിക്കുന്ന മനുവിനെ ഗൗരി ശ്രദ്ധിച്ചു. എന്തൊക്കെയോ ചോദിക്കാനുണ്ടായിരുന്നു, എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. ഗൗരി, നീ ഹാപ്പിയാണോ? ഞാൻ ഹാപ്പിയാണോന്ന് ചോദിക്കുന്നില്ലേ? മനുവേട്ടാ, അവളൊരു തേങ്ങലോടെ വിളിച്ചു. നിനക്ക് അവനെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? അവൾ കാലിൻ്റെ മുട്ടിനിടയിൽ മുഖം പൂഴ്ത്തി കരഞ്ഞു. കരയല്ലേ ഗൗരി, നിന്റെ മനസ്സെനിക്ക് അറിയണം. ശരിക്കും നീ എന്നെ സ്നേഹിച്ചിരുന്നോ? മനുവേട്ടാ, അവൾ വീണ്ടും പൊട്ടിക്കരഞ്ഞു. ഇതുവരെ ഞാൻ നിന്നോട് ചോദിച്ചിട്ടില്ല, എല്ലാം ഞാൻ തീരുമാനിക്കുമായിരുന്നു. പറയ് ഗൗരി, നീ എന്നെ സ്നേഹിച്ചിരുന്നോ? വിവാഹത്തിന് നിനക്ക് സമ്മതം തന്നെയായിരുന്നോ? ഞാൻ നിർബന്ധിച്ചതുകൊണ്ടാണോ നീ തയ്യാറായത്? അമ്മാവൻ്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുമല്ലോ എന്ന് കരുതി മാത്രമാണോ? ശരിക്കും നീ എന്നെ സ്നേഹിച്ചിരുന്നോ? അതെ, ഞാൻ സ്നേഹിച്ചിരുന്നു. അവൻ്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. മനുവേട്ടൻ്റെ സ്നേഹത്തെക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിച്ചിരുന്നുള്ളൂ. മനുവേട്ടനോടൊത്തുള്ള ജീവിതത്തെക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിച്ചിരുന്നുള്ളൂ. സന്തോഷമായിരുന്നു ഒരാൾ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നോർത്ത്. അപ്പോൾ ഞാൻ രാജേശ്വരി അമ്മയെക്കുറിച്ച് ഓർത്തിരുന്നില്ല. മനുവേട്ടനും പറഞ്ഞിരുന്നല്ലോ വിവാഹം കഴിഞ്ഞാൽ അമ്മയുടെ എതിർപ്പുകളൊന്നും ഉണ്ടാവില്ലെന്ന്. എന്നാൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നത് ആത്മാർത്ഥമായിരുന്നു ഗൗരി. നീ ആ വീട്ടിൽ അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകളെക്കുറിച്ച് ഓർത്തുള്ള സഹതാപം ആയിരുന്നില്ല. ശരിക്കും ഞാൻ നിന്നെ സ്നേഹിക്കുകയായിരുന്നു. അമ്മ ഇത്രയും ക്രൂരായി നിന്നോട് പെരുമാറുമെന്ന് ഞാൻ കരുതിയില്ല. പിന്നീട് എനിക്ക് അമ്മയോട് പകയായിരുന്നു. നീ തന്നെ ആയിരിക്കണം എൻ്റെ ഭാര്യ എന്ന വാശിയായിരുന്നു. ആരോടും ഒരു വാശിയും വേണ്ട മനുവേട്ടാ. രാജേശ്വരി അമ്മയുടെ സമ്മതത്തോടെ നമുക്കൊരു ജീവിതം ഉണ്ടാവില്ല. എല്ലാം എൻ്റെ വിധിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനുവേട്ടൻ്റെ ഓർമ്മകളിൽ മാത്രം ഒതുങ്ങിക്കൂടി ജീവിക്കാൻ ആഗ്രഹിച്ച എനിക്ക് അപ്രതീക്ഷിതമായ ദേവേട്ടൻ്റെ താലി സ്വീകരിക്കേണ്ടി വന്നത്. ആ ദിവസങ്ങളിൽ ഇതെൻ്റെ കഴുത്തിൽ കിടക്കുമ്പോൾ അറപ്പാണ് എനിക്ക് തോന്നിയത്. എങ്കിലും ഇത് അഴിച്ചു കളയാൻ എൻ്റെ കയ്യോ മനസ്സോ തയ്യാറായില്ല. ആദ്യമൊക്കെ എനിക്ക് ദേവേട്ടനെ കാണുമ്പോൾ ദേഷ്യം വെറുപ്പുമായിരുന്നു. അറിയില്ല, പിന്നീട് എപ്പോഴോ വീണ്ടും അവൾ കാലിൻ്റെ മുട്ടിലേക്ക് മുഖം ചേർത്ത് കരഞ്ഞു. അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി. മനസ്സ് വിങ്ങിപ്പൊട്ടി അവളെ നോക്കി. ഉള്ളിലെ സങ്കടം ഉള്ളിൽ തന്നെ ഒതുക്കി വിദൂരതയിലേക്ക് നോക്കിയിരുന്നു. അവൾ കരച്ചിൽ ഒരുവിധം അടക്കി നിർത്തി മുഖമുയർത്തി അവനെ നോക്കി. മനുവേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ? നിന്നെ മറക്കണമെന്നായിരിക്കുമല്ലേ? അവൾ വിങ്ങിപ്പൊട്ടി. ശരിയാ, ഇനി നീ എൻ്റെ ജീവിതത്തിലേക്ക് തിരികെ വരുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കാൻ പാടില്ല. നിന്നെക്കുറിച്ച് ഓർക്കാൻ പാടില്ല. നീ ഇപ്പോൾ മറ്റൊരാളുടെ ഭാര്യയല്ലേ. പക്ഷേ നിനക്ക് എന്നെ മറക്കാൻ കഴിയോ? അവൾ കരച്ചിലടക്കാൻ പാടുപെട്ടു. മനുവേട്ടൻ എന്നെ ഓർത്തിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുക? മനുവേട്ടൻ എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ഈ ജന്മം നിന്നെ മറക്കാൻ എനിക്ക് കഴിയില്ല. നീ എൻ്റെ മനസ്സിൽ അത്രയ്ക്ക് ആഴത്തിലിറങ്ങി. നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. നിന്റെ നിസ്സഹായാവസ്ഥ എനിക്ക് മനസ്സിലാകും. അമ്മ ഒരിക്കലും നിന്നെ സ്വീകരിക്കാൻ തയ്യാറാവില്ല. ഏതെങ്കിലും വിധത്തിൽ നിന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. പിന്നെ എന്ത് വിശ്വസിച്ച് നിന്നെ എന്നോടൊപ്പം നിർത്തും? ദേവൻ തിരികെ എത്തുമ്പോൾ ഗൗരിയും മനുവും ദൂരെ ഒരു മരച്ചുവട്ടിലിരുന്ന് സംസാരിക്കുന്നത് കണ്ട് അവൻ്റെ ഉള്ളമൊന്ന് പിടഞ്ഞു. കാറിൽ നിന്നിറങ്ങാതെ കുറച്ചു നേരം അവരെ നോക്കിയിരുന്നു. കണ്ടിട്ട് രണ്ടും കൂടെ പഴയ പ്രണയം പുതുക്കി എന്നോട് ബായ് പറഞ്ഞു പോകുന്ന ലക്ഷണം ഉണ്ടല്ലോ. ഇപ്പം തന്നെ ചെന്നാൽ എനിക്ക് അസൂയുണ്ടെന്ന് വിചാരിക്കുമോ? കുറച്ചു നേരമായി സംസാരിക്കുന്നു.
അസൂയ കുറച്ചുണ്ട് താനും. കാറിൽ വാങ്ങി സൂക്ഷിച്ചിരുന്ന കിറ്റുമായി ദേവൻ അവരുടെ അടുത്തേക്ക് ചെന്നു. ദേവനെ കണ്ടതും മനുവും ഗൗരിയും അവിടുന്ന് എഴുന്നേറ്റു. ഫുഡ് ഞാൻ ഇങ്ങോട്ട് വാങ്ങി. ഹോട്ടലിലെ തിക്കിലും തിരക്കിലും ഇരുന്ന് കഴിക്കുന്നതിനേക്കാൾ നല്ലത് പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചിരിക്കുന്നതാണെന്ന് തോന്നി. ഇരിക്ക് എന്ന് പറഞ്ഞ് ദേവനും അവരോടൊപ്പം ഇരുന്നു. ഫുഡ് നടുവിൽ വെച്ച് അവർ വട്ടം കൂടി കഴിക്കാനായി ഇരിക്കുമ്പോൾ അതുവരെ കോട്ടിനോടൊപ്പം ചേർത്ത് വെച്ചിരുന്ന മുടി കാറ്റിൽ പറക്കുന്നത് കണ്ട് പോക്കറ്റിൽ നിന്നൊരു ഹെയർ ക്ലിപ്പ് എടുത്ത് അവൾക്ക് കൊടുത്തു. മുടിയിലിട്. അവൾ അത് വാങ്ങി മുടി ക്ലിപ്പ് ചെയ്തു വെച്ചു. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവൻ ഒരു ഫോൺ നമ്പർ പറഞ്ഞു ചോദിച്ചു. ഈ നമ്പറിൽ നിന്ന് മനുവിൻ്റെ ഫോണിലേക്ക് ഒരിക്കൽ കോൾ വന്നിരുന്നോ? ഗൗരി പെട്ടെന്ന് ഭക്ഷണം ഇടത്തൊണ്ടയിൽ കയറി ചുമയ്ക്കാൻ തുടങ്ങി. ദേവൻ വേഗം തലയിൽ കൊട്ടിക്കൊടുത്തു. ശേഷം വെള്ളം എടുത്തു കൊടുത്തു. സോറി, നീ ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് നോക്കിയതൊന്നുമല്ല. ഫോൺ വീട്ടിൽ മറന്നു വെച്ച് പോയപ്പോൾ ജസ്റ്റ് എടുത്തൊന്ന് നോക്കിയെന്ന് മാത്രം. ഇവിടെ വന്ന് മനുവിൻ്റെ നമ്പർ പറഞ്ഞു തന്നപ്പോഴാ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എന്ന് ഗൗരിയോട് പറഞ്ഞ ശേഷം മനുവിനോട് പറഞ്ഞു. ഇവളുടെ നമ്പറാ. ഫോൺ വാങ്ങിക്കൊടുത്ത ദിവസമാണ് വിളിച്ചിരിക്കുന്നത്. ഒരു ദിവസം രാത്രി. ആരാന്ന് ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല. ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പോഴേക്കും ഞാൻ കയറി വന്നു. സ്വിച്ച് ഓഫ് ചെയ്തില്ലെങ്കിൽ തിരിച്ചു വിളിച്ചാലോ എന്ന് പേടിച്ചിട്ട് സ്വിച്ച് ഓഫ് ആക്കിയതായിരിക്കും. പിറ്റേന്ന് ഉച്ചയ്ക്കാണ് ഫോൺ എടുത്ത് ഞാൻ നോക്കിയത്. അപ്പോഴും അത് സ്വിച്ച് ഓഫ് തന്നെയായിരുന്നു. അന്ന് എനിക്ക് ആ നമ്പർ കണ്ട് സംശയമൊന്നും തോന്നിയില്ല. എങ്കിലും ഞാൻ നോക്കിയെന്ന് ഇവളറിയേണ്ടെന്ന് കരുതി സ്വിച്ച് ഓഫ് തന്നെ ചെയ്തു വെച്ചു. നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് മറ്റൊരാളുടെ ഫോൺ നോക്കാൻ പാടില്ലെന്ന്? പിന്നെ നിങ്ങളെന്തിനാ എൻ്റെ ഫോൺ നോക്കിയത്? കയ്യിൽ കിട്ടിയ ഉടനെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചതുകൊണ്ട് നോക്കിയതാ. അല്ലാതെ നിന്റെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാനൊന്നുമല്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കുറച്ച് സമയം കൂടി മൂവരും സംസാരിച്ചിരുന്നതിന് ശേഷം പോകാൻ തീരുമാനിച്ചു. അല്പം ചരിഞ്ഞ പ്രതലമായതിനാൽ വീഴരുതെന്ന് വിചാരിച്ച് ദേവൻ ഗൗരിയുടെ കയ്യിൽ പിടിച്ച് സൂക്ഷിച്ചാണ് നടന്നത്. അവർക്കിടയിൽ വാക്കുകൾക്കപ്പുറം പ്രവൃത്തിയിലൂടെ പ്രകടമാകുന്ന ആഴത്തിലുള്ള ആത്മബന്ധവും കരുതലും മനു കൺമുന്നിൽ കണ്ടു. ഗൗരിക്ക് തനിക്ക് നൽകാൻ കഴിഞ്ഞതിനേക്കാൾ എത്രയോ മടങ്ങ് സുരക്ഷിതത്വവും സ്നേഹവുമാണ് ദേവൻ നൽകുന്നതെന്ന് ആ നിമിഷം മനുവിൻ്റെ ഉള്ളിൽ ആഴത്തിൽ ഇറങ്ങിച്ചെന്നു. അവരുടെ ആ അടുപ്പം കണ്ടപ്പോൾ മനുവിൻ്റെ മുഖത്ത് നിഷ്കളങ്കമായൊരു മന്ദഹാസം വിരിഞ്ഞു.